ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഷാനാസ് ക്യൂസിൻ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായ ബട്ടർ ചിക്കനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ഫോളോ. ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആദ്യമേ ഞാൻ പറയും സോറി. ബട്ടർ ചിക്കൻ ആവശ്യമായ 1/2 kg നല്ലോണം കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴുകുമ്പോൾ ആ ചിക്കനിൽ കുറച്ച് ഉപ്പും കുറച്ച് വിനേഗർ കൂട്ടി നല്ല വൃത്തിയായി കഴുകുക. ബട്ടർ ചിക്കൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 2 ടൊമാറ്റോ, 1.5 ഓണിയൻ, ഒരു 3 ക്ലോവ്സ് ഗാർലിക്, സ്മോൾ പീസ് ഓഫ് ജിഞ്ചർ. ബട്ടർ ചിക്കൻ ആവശ്യമായ സ്പൈസസ്: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കസൂരി മേത്തി. ഞാൻ ഈ സ്പൂണാണ് മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത്, അതായത് ടേബിൾ സ്പൂണ്. ഈ ഒരു സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതായത് 1/4. അതേപോലെ ഗരം മസാലയിൽ 1/4 ഓഫ് സ്പൂണ്. പിന്നെ കസൂരി മേത്തി അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ. ഈ സ്പൂണിൽ 1.5 ടൊമാറ്റോ ഇടണം. അപ്പം ടൊമാറ്റോ പ്യൂരി ആയിട്ടാണ് ഇടേണ്ടത്. പ്യൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ, നല്ല തിളച്ച വെള്ളത്തിൽ ഈ 2 ടൊമാറ്റോ നമ്മൾ എടുത്ത് വെച്ച് ഈ 2 ടൊമാറ്റോ ഈ തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം അത് ചൂട് പോയി കഴിഞ്ഞാൽ ഈ ടൊമാറ്റോൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ഫ്രഷ് ക്രീം വേണം. ഞാനിവിടെ പക്കിൻ്റെ തിക്ക് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും ആവശ്യമുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യം ഉള്ളി ചെറുതായി മുറിച്ചിടുക. ചെറുതായി എന്ന് പറഞ്ഞാൽ കൊത്തി എരിയൂലേ, അങ്ങനെ ചെറുതായി മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറിൽ വഴറ്റാം. ഒരു മീഡിയം സൈസ് ഉള്ളിയാണെങ്കിൽ ഒരു 1.5 ഉള്ളി എടുത്തോ, വലുതാണെങ്കിൽ 1 മതി. ചെറിയ ഉള്ളിയാണെങ്കിൽ 1.5 എടുക്കാം. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറിലിട്ടിട്ട് ഇത് വഴറ്റാം. അടുത്തതായി ഒരു പാൻ എടുത്ത് അതിലൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അത് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ച ഉള്ളി ഇടാം. മുറിച്ച് വെച്ച ഉള്ളി നമുക്ക് സോട്ട് ചെയ്തതിന് ശേഷം ചെറിയ സിമ്മിലാക്കി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഉള്ളി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഉള്ളി അവിടെ നിന്ന് ആകുമ്പോൾ നമുക്ക് ഒരു വെളുത്തുള്ളിയും ഇഞ്ചും ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഇട്ട് വെക്കുക. ഞാൻ വെളുത്തുള്ളി നമ്മളുടെ ഇവിടെ ഇങ്ങനത്തെ എന്താ പറയുക വലിയ വെളുത്തുള്ളിയാണ് കിട്ടാൻ, അപ്പോൾ ഇങ്ങനത്തെ 3 വെളുത്തുള്ളി മതിയാവും. ഇങ്ങനത്തെ ഒരു 3 വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തിട്ട് വെക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഉള്ളിയിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്നിട്ട് ഇങ്ങനെ ഉള്ളി മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് കുറച്ചും കൂടി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ആക്കി കൊടുക്കാം. നമ്മൾ ഉള്ളി ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്കില്ലേ അത് ഇട്ടിട്ടുണ്ട്. അതും ആയതിനു ശേഷം നമുക്ക് സ്പൈസസ് ഇടാം. നമ്മളെടുത്ത് വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചെറിയ സിമ്മിൽ ഒരു 2 മിനിറ്റ്സ് വെച്ചിട്ട് ശേഷം നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളുടെ സ്പൈസസ് എല്ലാം നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ പ്യൂരി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായി ഇളക്കണം. നല്ല മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തും എത്തിക്കണം. ഇതാ നമ്മളുടെ ടൊമാറ്റോ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സ്റ്റൗ ഒന്ന് സിമ്മിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ടൊമാറ്റോ ആഡ് ചെയ്തില്ലേ, ഈ ടൊമാറ്റോ പ്യൂരീൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ട്, ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഈ ടൊമാറ്റോ സോസും ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ ടൊമാറ്റോ പ്യൂരിയും ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു 1 മിനിറ്റ് വെച്ചാൽ മതി. 1 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫ്രഷ് ക്രീം ഇടാം. സാധാരണ എന്താ പറയുക, അധികം ബട്ടർ ചിക്കനും ലാസ്റ്റ്, അതായത് ബട്ടർ ചിക്കൻ ആയതിന് ശേഷം ഈ ഫ്രഷ് ക്രീം ജസ്റ്റ് ടോപ്പിംഗ് പോലെ ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ ബട്ടർ ചിക്കനിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫ്രഷ് ക്രീമാണ്. ഞാനൊരു 250 ml ഫ്രഷ് ക്രീം എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന പക്കിൻ്റെ, ഇത് നമ്മളിവിടെ പക്കായിട്ട് പക്ക് തിക്ക് ക്രീം, ഇതിൻ്റെ 250 ml ഫ്രഷ് ക്രീം നമ്മൾ കംപ്ലീറ്റ് ഇതിലിട്ട് കൊടുക്കുക.
നമ്മളെ ഫ്രഷ് ക്രീം ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഫ്രഷ് ക്രീം നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച സ്പൈസ് ഇല്ലേ, ബാക്കി സ്പൈസ് ഗരം മസാലയും കസൂരി മേത്തിയും കുറച്ചു, അതായത് ഇതിനാവശ്യമായ ഉപ്പ് ഇട്ടിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്താക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം ചിക്കൻ ഇടാം. നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ആ ഫ്രഷ് ക്രീമിൻ്റെ മിക്സ്ചറില്ല, അത് നല്ലോണം തിളച്ചതിന് ശേഷം ഈ കഴുകി വെച്ച ചിക്കൻ ഒരു സ്പൈസൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നല്ലോണം വെള്ളം പോയി കഴിഞ്ഞാൽ, ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നല്ലോണം വെള്ളം പോയി കഴിഞ്ഞാൽ ഈ മിക്സ്ചറിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യൂ. ചിക്കനെ നമ്മളിതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. എല്ലാ സ്ഥലത്തും മിക്സ് ആയിട്ടുണ്ട്. അത് നമ്മളുടെ ചിക്കൻ ഈ ഫ്രഷ് ക്രീമിൻ്റെ മിക്സ്ചറിന് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ബട്ടർ ചിക്കൻ ഉണ്ടാവുക, പക്ഷേ ഞാൻ രണ്ടും ഉണ്ടാക്കലുണ്ട്. അതായത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കലുണ്ട്, ഇങ്ങനെ അപ്പാട് ചിക്കൻ ഉണ്ടാക്കലുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് ഈ ഫ്രൈ ചെയ്യാനുള്ള ബട്ടർ ചിക്കനാണ്. നമുക്ക് ഓരോരാൾക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഈ ഒരു ബട്ടർ ചിക്കനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ ബട്ടർ ചിക്കനെ മൂടി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ ഒരു 20 മിനിറ്റ്സ് മതി. 20 മിനിറ്റ്സ് കൊണ്ട് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 or 10 മിനിറ്റ്സ് വെച്ചാൽ നമ്മുടെ ചിക്കൻ റെഡിയാവും. ഞാൻ തിരെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, എന്നിട്ടും ചിക്കനിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് അത് സെറ്റ് ആയിക്കോളും. പിന്നെ ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കിയിട്ട്, ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നിയത്. ലാസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അടുത്തത് നമ്മൾ ചിക്കൻ നെക്സ്റ്റ് നമ്മൾ ചിക്കൻ ആവുന്നിടയിൽ ഒരു 6 കാഷ്യൂസ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ ചിക്കനിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ചിക്കനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി നമ്മൾ സോക്ക് ചെയ്ത കാഷ്യൂസ് ഇല്ലേ, അത് നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ ബട്ടർ ചിക്കനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഈവനായിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അധികം തിളക്കേണ്ട, കാഷ്യൂ ഇട്ടതിന് ശേഷം അധികം തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നല്ലോണം എല്ലാ സ്ഥലത്തും മിക്സ് ആയാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ബട്ടർ ചിക്കന് ഇവിടെ റെഡി. അങ്ങനെ നമ്മളെ കാഷ്യൂ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ബട്ടർ ചിക്കൻ ഇപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാഷ്യൂ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ കസൂരി മേത്തി 1.5 ടേബിൾ സ്പൂണിൽ എടുത്ത് വെച്ചത്, അതിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിന് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കസൂരി മേത്തി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ യമ്മി ആൻഡ് ടേസ്റ്റി ബട്ടർ ചിക്കൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്